നരേന്ദ്രമോദി തനിക്ക് തോന്നിയതുപോലെ തന്നിഷ്ടപ്രകാരമാണ് ഇത്തവണ മന്ത്രിസഭ രൂപീകരിച്ചത്. അന്ന് തൊട്ടേ പാർട്ടിക്ക് അകത്തും RSSനകത്തും വലിയ മുറുമുറുപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ത്യ മുന്നണി ഇത് മുതലെടുക്കുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തൽക്കാലം മിണ്ടാതിരിക്കുകയാണ് ഇരുകൂട്ടരും ചെയ്തത്. എന്നാൽ പോകെ പോകെ കാര്യങ്ങൾ മാറിമറിയുകയാണ്. അതുകൊണ്ട് തന്നെ 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 40ഓളം BJP എംപിമാർ മോദിക്കെതിരെ കനത്ത എതിർപ്പുമായി രംഗത്തെത്തി കഴിഞ്ഞു. അല്ലെങ്കിലേ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് ഇപ്പോഴത്തെ മോദിയുടെ ഭരണം. ഇത് പറയാൻ കാരണം ഇത്തവണ കേവല ഭൂരിപക്ഷം ഒന്നും മോദിക്കില്ല. അതുകൊണ്ട് തന്നെ മോദിയും തോന്നിയതുപോലെ കഴിഞ്ഞ ലോക്സഭയിൽ ചെയ്തു കൂട്ടിയതൊന്നും ഇത്തവണ അവർക്ക് ചെയ്തു കൂട്ടാൻ സാധിക്കുകയില്ല. എന്തിനേറെ പറയുന്നു, മോദി മന്ത്രിസഭയിലെ രണ്ടാമനായിട്ടുള്ള രാജ്നാഥ് സിംഗും 4ാമനായിട്ടുള്ള നിതിൻ ഗഡ്കരിയും മോദിക്കെതിരെ പലപ്പോഴും രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ തവണ മോദി മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്നു എങ്കിൽ ഇത്തവണ RSS കൃത്യമായി അതിന്റെ ഭാഗമായിട്ടാണ് രാജ്നാഥ് സിംഗ് രണ്ടാമനായി മാറിയത്. ഇപ്പോഴിതാ അതിനും അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. 40ഓളം എംപിമാർ മോദിക്കെതിരെ അതിശക്തമായി രംഗത്തെത്തുമ്പോൾ അതിനൊരു കാരണമേ ഉള്ളൂ, മോദിയുടെ കാലാവധി തീരാറായി എന്നുള്ളതാണത്. ഈ 2025ലും ഇനിയും മോദി ഭരിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം BJPക്ക് അകത്തു നിന്ന് ശക്തമായി ഉടലെടുക്കുന്നത്. ഇവിടെ കൃത്യമായി പറയേണ്ട ഒരു കാര്യമുണ്ട്. മഹാരാഷ്ട്ര, ഹരിയാന തെരഞ്ഞെടുപ്പിൽ നിന്നും മോദിയെയും അമിത്ഷായെയും RSS മാറ്റി നിർത്തിയിരുന്നു. മാറ്റി നിർത്തുക മാത്രമല്ല, ഒരു സ്ഥാനാർത്ഥിയെയും നിങ്ങൾ 2 പേരും ചേർന്ന് തീരുമാനിക്കേണ്ട എന്നുറപ്പിച്ചുകൊണ്ട് ഗുജറാത്ത് ലോബി തന്നെ കൂട്ടുകയായിരുന്നു. അതിന്റെ ഫലം RSS നേടിയെടുക്കുകയും ചെയ്തു. 2 സംസ്ഥാനങ്ങളിലും BJPക്ക് ഭൂരിപക്ഷത്തോടെ വിജയിക്കാനും അധികാരത്തിലേറാനും സാധിച്ചു. അതേസമയം മോദിയെ ഇൻചാർജാക്കി നേരിട്ടൊരു തെരഞ്ഞെടുപ്പായിരുന്നു ജാർഖണ്ഡിൽ നടന്നത്. അവിടെ മോദി തോറ്റു തുന്നം പാടിയതും മോദിയുടെ മാർജിൻ ഇടിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി കൂടി പാർലമെന്റിലേക്ക് എത്തിയപ്പോൾ വീണ്ടും മോദിയുടെ കയ്യിൽ നിന്നും കാര്യങ്ങൾ പിടിവിട്ടു പോവുകയാണ് ഉണ്ടായത്. ആദ്യ ദിവസം തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ സഭയെ സ്തംഭിപ്പിച്ചു നിർത്തുന്ന പ്രിയങ്കയെ നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ പാർലമെന്റിന് പുറത്ത് അമിത്ഷായെ വരച്ച വരയിൽ നിർത്തി വയനാടിന് വേണ്ടത് ചെയ്യണമെന്ന് നിർബന്ധപൂർവം പറയുകയും ചെയ്തതോടെ പ്രിയങ്ക എന്ന ജൂനിയർ ഇന്ദിര ഉദയം ചെയ്യുകയായിരുന്നു. കൂടാതെ നിതീഷ് കുമാർ ഏത് സമയത്തും പാലം വലിക്കാമെന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. കാരണം ബീഹാർ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിതീഷിനെ മലർത്തിയടിക്കാൻ സാധ്യതയുണ്ട് എന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട്. മുന്നിൽ മഹാരാഷ്ട്രയിലെ ഏക്നാഥ് അങ്ങനെ തെളിഞ്ഞു നിൽപ്പുണ്ട്. BJP ഭൂരിപക്ഷത്തോടെ വിജയിച്ചാൽ നിതീഷ് കുമാർ വെറും കറിവേപ്പില ആകുമോ എന്ന ഭയം കൊണ്ടാണ് മുന്നണി മാറ്റത്തെക്കുറിച്ച് ആലോചിക്കാവുന്ന തീരുമാനം പോലും ഉണ്ടാവുന്നത്. ഇവിടെ ലാലു പ്രസാദ് യാദവ് ഇരു കൈയും നീട്ടി എല്ലാ വാതിലുകളും നിതീഷിന് വേണ്ടി തുറന്നിട്ടിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തതോടെ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പത്തിലാവുകയാണ്. അത് മാത്രവുമല്ല, ഇത്തവണത്തെ ശീതകാല സമ്മേളനത്തിൽ മോദി കൊണ്ടുവന്ന 2 ബില്ലുകളും പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് മൂലം പാസാക്കാതെ JPCക്ക് വിടേണ്ടി വന്നു. 1 വഖഫ് ബില്ല്, 2 ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ലും. ഇത് രണ്ടും കൈപ്പിടിയിൽ ഒതുക്കിയാൽ വലിയ അട്ടിമറികൾ നടത്താമെന്ന് സ്വപ്നം കണ്ടാണ് മോദി 3ാം ഊഴത്തിൽ പ്രധാനമന്ത്രി കസേരയിൽ വീണ്ടും കയറിയിരുന്നത്. എന്നാൽ പ്രിയങ്ക ഗാന്ധിയുടെ JPC മെമ്പറായി ഉൾപ്പെട്ടതോടെ ഒരു രാജ്യം ഒരു ഇലക്ഷൻ എന്നത് ഇവിടെ നടക്കില്ല എന്ന് ഉറപ്പായി. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ മോദിയുടെയും അമിത്ഷായുടെയും കൈപ്പിടിയിലല്ല എന്ന് മനസ്സിലാകുന്നിടത്ത് കൂടിയാണ് 240 എംപിമാരിൽ 40 എംപിമാർ മോദിക്കെതിരെ ശക്തമായി രംഗത്തെത്തുന്നത്. ഇത് തീർത്തും മോദി അഭിപ്രായം അന്ത്യം കുറിക്കുക തന്നെ ചെയ്യും.